ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. എക്സാക്റ്റ് ആയിട്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ചോറ്റാനിക്കരയിൽ എരുവേലി എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയുന്നത്. ചോറ്റാനിക്കര ടെമ്പിളിലേക്ക് നമുക്ക് വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് സ്കൂൾ നോക്കുവാണെങ്കിൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. തൊട്ടടുത്തൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി വേണമെങ്കിൽ വെറും 800 മീറ്റർ മാത്രം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാറ്റ ഹോസ്പിറ്റൽ വളരെ അടുത്താണ്. ചോറ്റാനിക്കര ടെമ്പിൾ അടുത്താണ്. തൃപ്പൂണിത്തുറയിലേക്ക് 8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് വെറും 1 അവറിന്റെ ട്രാവൽ മാത്രമാണ് എടുക്കുന്നത്. 4 സെന്റ് സ്ഥലത്ത് 4 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് ടാർ റോഡ് തന്നെയാണ്. തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. എല്ലാ വീടുകളിലും ആളുകൾ താമസമുള്ളതാണ്. നമുക്ക് മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനിൽ ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷനും വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ഒരു ബഡ്ജറ്റിലാണ് ഈ കാണുന്ന 4 ബെഡ്റൂമിന്റെ വീട് സ്വന്തമാക്കാനും പറ്റുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ടൈലാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൂടാതെ ചെടിച്ചട്ടികളൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ വേക്കന്റ് ആണ്. കുറച്ച് അകത്തേക്ക് തള്ളിയിട്ടാണ് പണിതിരിക്കുന്നത്. അവിടെ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വെക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ 2 കാറുകൾ പാർക്ക് ചെയ്യാം. അതുകൂടാതെ വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിന്റെ ആവശ്യങ്ങൾ ചെടിയൊക്കെ നടാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ എല്ലാം തന്നെ മണ്ണാണ് കാണപ്പെടുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ഒരു ഭാഗം വരെ ഇവിടെ നമുക്ക് ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് കിണറുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വലിയ ആഴത്തിലുള്ള നല്ലൊരു കിണർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിച്ചന്റെ ഡോറിന്റെ ഒക്കെ ആ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ഏരിയ എങ്ങോട്ട് വരുന്ന സമയത്ത് വീടിന്റെ ബാക്ക് സൈഡ് ആണ്. ഓൾറെഡി ഇവിടെ മുളകൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മണ്ണായതുകൊണ്ട് തന്നെ റെഡ് സോയിൽ ആണ്. നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനായിട്ട് നല്ലൊരു മണ്ണ് തന്നെയാണ്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ് ഈ കാണുന്നത്. നമുക്കൊരു 2 ചെയറുകൾ പ്ലേസ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. 2 ഭാഗത്തും പില്ലർ ഉണ്ട്. പില്ലറുകളുടെ ഇടയ്ക്ക് സ്പേസ് ഒക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് LED ലൈറ്റുകൾ വരുന്നുണ്ട്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഒറ്റപ്പാളിയിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ആണെങ്കിലും ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടി അതിനകത്ത് മെർജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് TV വെക്കാനായിട്ടൊരു വോള് കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ബോക്സും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ളൊരു കബോർഡ് കിട്ടുന്നുണ്ട്. TV സ്റ്റാൻഡിന്റെ ആ ഒരു പോർഷനിലേക്കൊക്കെ നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് നീക്കിയിടാവുന്നതാണ്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനിലാണ് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ ആങ്കറിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് ഹാൻഡ് റെയിൽസിന്റെ ഈ ഒരു പോർഷൻ ഒക്കെ വന്നിട്ട് വുഡൻ ആയിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗത്ത് നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. നേരെ 2 വിൻഡോസ് കാണാം. ഡൈനിങ് സ്പേസ് ഇവിടെ ഫാമിലിയിലുള്ള 4-5 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് വാഷ് ഏരിയ വരുന്നത്. ജെറയുടെയാണ് വാഷ് പീസ്. താഴെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം ഡബിൾ ഹൈറ്റഡ് ആണ്. ബാക്കി വരുന്ന കവർ ചെയ്തിരിക്കുന്ന റൂഫ് നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. എൻട്രൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ട് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ ബീച്ച് ഷെയ്ഡിൽ ഭംഗിയുള്ള ഒരു കളറിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഗ്രേ കളറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ടൈലാണ്. 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് കിച്ചണിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ സ്പേസ് ഉണ്ട്. എങ്കിൽ പോലും കിച്ചണിൽ ആവശ്യത്തിനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വീട്ടിൽ നമ്മൾ ടോട്ടലി 4 ബെഡ്റൂമുകളാണ് പറഞ്ഞത്. 2 എണ്ണം താഴെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് 1ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിൽ അധികം വർക്കുകളൊന്നും ചെയ്യാതെ LED ബൾബുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് ടൈലുകൾക്ക് വരുന്നത്. ഫിറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ ജെറയുടെയാണ് ചെയ്തിരിക്കുന്നത്.
താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മളിത് കാണാൻ പോകുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ബെഡ്റൂം തന്നെയാണ്. ഈ ഭാഗത്ത് 2 വിൻഡോസും ബാക്കിയുള്ള 2 വിൻഡോസ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. റൂഫില് LED ലൈറ്റുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കുറച്ച് വുഡൻ ബോക്സസ് വെച്ചിട്ടുണ്ട്. ഭംഗിയുള്ള ഡോൾസിന് ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഒരു ബോക്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് 2 വിൻഡോസ് കിട്ടുന്നത്. നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ലെങ്തി ആയിട്ടുള്ള ഒരു ഹാളാണ് ഇവിടെ കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി വന്നാൽ ഇതേ രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു അറേഞ്ച്മെന്റ് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും വരുന്നുണ്ട്. അവിടെയായിട്ട് ചെറിയൊരു അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ നമുക്ക് TV ഒക്കെ വെക്കണമെങ്കിൽ ഈ ഒരു വോള് യൂസ് ചെയ്യാവുന്നതാണ്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് വലിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡോർ തുറന്നാൽ നേരെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡിന്റെ വ്യൂ ആണ് കിട്ടുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ടഫന്റെ ഗ്ലാസ്സിൽ ചെയ്തൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മളുടെ ഈ ഒരു വീടിന് ചുറ്റിനുമുള്ളത്. റെസിഡൻഷ്യൽ ഏരിയ ആണ് എങ്കിൽ പോലും നല്ലൊരു ലൊക്കേഷനിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നു. ആ ഒരു പോർഷനിലായിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ് കണ്ടത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ടോട്ടലി 3-മത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. താഴത്തെ ബെഡ്റൂം പോലെ തന്നെയാണ് ഇവിടെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വിൻഡോസ്, റൂഫിൽ ലൈറ്റ് ഫിറ്റിംഗ്സുമാണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെയും വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് സൗകര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് കാണാനുള്ളത്. താഴെ പോലെ തന്നെ ഈ ഒരു ബെഡ്റൂം കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫില് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. 4-മത്തെ ബെഡ്റൂമിൽ ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന വീടാണ്. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരയിലാണ്. എരുവേലി എന്നാണ് സ്ഥലത്തിന്റെ ആക്ച്വൽ നെയിം വരുന്നത്. നമുക്ക് ചോറ്റാനിക്കര ടെമ്പിളിലേക്ക് വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. തൃപ്പൂണിത്തുറ, കാക്കനാട് എല്ലാ ഭാഗങ്ങളിലേക്കും ഈസി ആക്സസ് ആണ്. നമുക്ക് ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ വളരെ അടുത്താണ്. സ്കൂളുകളും 2 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. 4 സെന്റ് ലാൻഡിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 1400 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആണ്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. യൂട്ടിലിറ്റി സൗകര്യം കിട്ടുന്നുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 65 ലക്ഷം രൂപയാണ്. 65 lakhs എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരാനും പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിലും ഈ വീട് സ്വന്തമാക്കാം. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. താമസിക്കാൻ നല്ലൊരു സ്ഥലമാണ് ചോറ്റാനിക്കര എന്ന് പറയുന്നത്. ദേവിയുടെ അനുഗ്രഹമുള്ള സ്ഥലമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിക്കുക. ഈ ഒരു ബഡ്ജറ്റിൽ ഇവിടെ വീടുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സെയിലായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് ഫോൺ എടുത്തോളൂ. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.